കുക്കറിൽ വെള്ളം വെച്ച് കടല വേവിക്കുക. 1 കപ്പ് അരിപ്പൊടി എടുത്ത് അതിൽ 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ട ശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. നമ്മൾ ഇങ്ങനെ അരവെടുത്ത് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഉരുളകളാക്കിയിടുക. അപ്പം നമ്മളെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഓരോ ഉരുളകളുടെ ഇതിലേക്കിടാം. ഇപ്പോൾ ഇവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച കടല ഒഴിച്ചു കൊടുത്തു. കടല വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണേ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നാണ് ഇത് വെന്ത് വരേണ്ടത്. അരിയുണ്ട ഓരോന്നും എടുത്തിട്ട് ഇതിലിട്ടു. ഇത് നന്നായിട്ട് തിളക്കുന്നവരെ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകി എടുക്കാം. അതിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ പാലെടുത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സമയം അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ടയും കടലയും നന്നായി വെന്തിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കടുക് താളിക്കാനാണ് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണക്കമുളക് നിർബന്ധമായിട്ട് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ചൂടോടെ ഉപയോഗിക്കാം. ഇത് നീലേശ്വരം നാട്ടിൽ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ടയും കടലയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കണേ. ചെറിയ കുഞ്ഞു മക്കൾക്കെല്ലാം നന്നായിട്ട് കഴിക്കും. എരിവൊന്നുമില്ലല്ലോ. ചില ആൾക്കാർ എരിവൊക്കെ ഇടലുണ്ട്. പക്ഷേ എനിക്ക് ഈ കടല വേവിച്ച വെള്ളം അതിൻ്റെ ഉണ്ടല്ലോ, പിന്നെ തേങ്ങയുടെ പാല്, അതാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ഇത് നീലേശ്വരം ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തലേന്നാളത്തെ മത്തി മുളകിട്ടതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അപ്പം എല്ലാവരും നാളെ തന്നെ ഇത് ഉണ്ടാക്കണേ. നാളെ രാവിലേക്ക് ഉണ്ടാക്കണേ. അടിപൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം. വെയിറ്റ്.